ഹായ് ഹലോ എല്ലാവർക്കും മനൂസ് വെച്ച് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ കയറിയിട്ട്. അപ്പോൾ ഇന്ന് മെയ് 3 നമ്മൾ ഇവിടുത്തെ ടൈം 9:30 ആയപ്പോഴേക്കാണ് നമ്മൾ ഫ്രാൻസിലെത്തിയത്. അതിനുശേഷം നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് മെട്രോയിൽ നമ്മുടെ റൂമിലേക്ക് വന്നു. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് മെരിദീസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. Airbnb ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിലെ പാരീസിലെ CDA എയർപോർട്ടിൽ നിന്ന് നമ്മൾ 1.5 മണിക്കൂർ മെട്രോയിൽ വന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു 1:30 കിടന്നുറങ്ങി. പറഞ്ഞ പോലെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കഞ്ഞിയാണ് ശരിക്കും ലൈഫ് സേവർ ആയതെന്ന് പറയാം. അത് കുടിച്ച് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ എണീച്ചു. അപ്പോഴേക്കും വയ്യായ ഒരുവിധം മാറിയിട്ടുണ്ടായിരുന്നു, എന്നാലും ക്ഷീണമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം കൊണ്ടുവരാൻ തോന്നിയത് ഭയങ്കര നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയ സമയമായിരുന്നു കേട്ടോ അത്. പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് പോയ്സൺ വരുന്നത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നതാണെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇത്രത്തോളം പണി കിട്ടുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 5 മണിയോട് കൂടിയാവും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. ഇനി നമ്മളുടെ ട്രിപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സിറ്റി ആയാലും മാക്സിമം നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലും പോകാനാണ് പ്ലാൻ. എന്ന് മാത്രമല്ല ജയേട്ടൻ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം നമ്മൾ ഒരുവിധം കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലത്ത് പോവുക എന്നുള്ളതിനേക്കാളും കൂടുതൽ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതല്ലാതെ ജയേട്ടൻ പോവാത്ത സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എവിടെ പോയാലും എനിക്ക് പുതിയതാണ്. അപ്പോൾ അവർ മുന്നേ പോവാത്ത സ്ഥലങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതുകൂടി കവർ ചെയ്യുക. അതുമാത്രമല്ല പ്രധാന സ്ഥലങ്ങളിൽ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മ്യൂസിയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചേർച്ചും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ഉള്ളതിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗാർഡൻസ്, പാർക്ക്, അങ്ങനെ നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് 2 പേർക്കും ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം മ്യൂസിയങ്ങൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ കാണാൻ പോകുന്നത് നമ്മുടെ ഈ വീഡിയോസിലൂടെ. പല ബഡ്ജറ്റിലും പല രീതിയിലും നമുക്ക് യൂറോപ്പിനെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കാണാൻ പോകുന്നത് മറ്റൊരു രീതിയായിരിക്കും. അപ്പം നമ്മുടെ ഒരു രീതിയിലുള്ള യൂറോപ്പ് എക്സ്പ്ലോറിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ സീരീസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഇവിടെയുള്ളൊരു പാർക്കിലാണ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനേ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ സൺസെറ്റ് ആവുന്നത് 9 മണിക്കൊക്കെ ശേഷമാണ്. അപ്പോൾ ഈ സമ്മർ ടൈമിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വെളിച്ചമുണ്ടായിരുന്നു എല്ലായിടത്തും. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമ്മർ ടൈമിൽ വരുമ്പോൾ ഒരു ഗുണമാണ്, നമുക്ക് ഡേ കുറേ ലോങ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഏകദേശം 1/2 മണിക്കൂർ ഇവിടെ മിണ്ടാതിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം കൂടുതലൊന്നും വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. ശരിക്കും നമ്മളിങ്ങനെ അതിൽ ഇൻവോൾവ് ചെയ്ത് ലയിച്ചിരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ വോമിറ്റിംഗ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. അപ്പോൾ എനിക്ക് ലെമൺ ഫ്ലേവറുള്ള എന്തെങ്കിലും കുടിക്കാൻ തോന്നി. അങ്ങനെ ഒരു ലെമണേഡ് വാങ്ങി കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ അവിടുന്ന് നടന്നത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് പാരീസിൻ്റെ മറ്റൊരു ഐക്കോണിക് സ്ഥലത്തേക്കാണ്, ആർക്ക് ഡി ട്രയംഫിലേക്ക്. വിജയത്തിൻ്റെ യുദ്ധത്തിൻ്റെ സ്മാരകം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനിൽ മരിച്ച ആൾക്കാരുടെയും അതുപോലെ തന്നെ നെപ്പോളിയൻ യുദ്ധത്തിൽ ഫ്രാൻസിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച ആളുകളുടെയും സ്മരണാർത്ഥം ഉണ്ടാക്കിയതാണ് ഈ ആർക്ക് ഡി ട്രയംഫ്. ഇതിൽ പ്രധാനമായിട്ട് 4 ശില്പങ്ങളുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഏകദേശം 300 സ്റ്റെപ്സ് ഉണ്ട്. 13 യൂറോ ആണ് ഇതിലേക്കുള്ള എൻട്രി ഫീ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു അൺനോൺ സോൾജിയറിൻ്റെ ശവകുടീരം കൂടി ഉണ്ട്. മുകളിലേക്ക് കയറാൻ അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും മുകളിൽ കയറാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചുറ്റുപാടും കണ്ടതിന് ശേഷം നമ്മൾ നേരെ മെട്രോയിൽ കയറി. നമ്മുടെ ലക്ഷ്യം ഈഫിൽ ടവറാണ്. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 8 മണിക്കാണ് നമുക്ക് എൻട്രി ടൈം അതിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈം ആവുമ്പോഴേക്കും അവിടേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ നേരത്തെ നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈഫിൽ ടവറിലേക്ക് ചിലപ്പോൾ വരില്ലായിരുന്നു. കാരണം അതിനുള്ളൊരു എനർജി ഇങ്ങനെ ഈ പറയുന്ന പോലെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ
എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇന്ന് തന്നെ പോകുന്നത്. നമുക്ക് ദൂരെ തന്നെ ഈഫിൽ ടവർ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ ബുക്സിലൊക്കെ പഠിച്ചിരുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നെന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ച ഈഫിൽ ടവറിൻ്റെ അടുത്താണ് എത്തിയതെന്ന് ആലോചിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴി ഇതുപോലെ ചെറിയ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഈഫിൽ ടവറിലേക്ക് വരുന്നവരെ ആകർഷിക്കാൻ. വലിയ തണുപ്പും ചൂടും ഇല്ലാത്ത അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന്. വഴിയിലുടനീളം ഇതുപോലെ ചെറിയ ബ്ലോസം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ നമ്മളിപ്പോൾ ഫാഷൻ്റെ ലോകം എന്നറിയപ്പെടുന്ന പാരീസിലെ സ്നേഹത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഈഫിൽ ടവറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആയിരത്തി 1889 പാരീസ് വേൾഡ് ഫെയർ നടന്ന സമയത്ത് പാരീസുകാർക്ക് അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ഈഫിൽ ടവർ ഉണ്ടാവാൻ കാരണമായത്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ശരിക്കും അമ്പല ചുംബിയായിട്ടുള്ള കെട്ടിടം തന്നെയായിരുന്നു. അതിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈഫിൽ ടവറിലേക്ക് നമ്മുടെ കാലെടുത്ത് കുത്താണ്. നമുക്ക് 2 രീതിയിൽ ഇതിൻ്റെ മുകളിലേക്ക് പോവാം. അതായത് നമുക്കിങ്ങനെ സ്റ്റേഴ്സ് വഴി നടന്നു പോവുകയും ചെയ്യാം, അതല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയും പോവാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലിഫ്റ്റ് വഴിയാണ് ചേട്ടൻ മുകളിലേക്ക് പോയത്. അപ്പോൾ ഇപ്രാവശ്യം നടന്ന് കയറുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ഒരു ഉഷാറിൽ കുഴപ്പമില്ല, നമുക്ക് നടന്നിട്ട് പോകാമെന്നും പറഞ്ഞു. അപ്പം നമ്മൾ സ്റ്റേഴ്സിൻ്റെ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ നടത്തം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഈഫിൽ ടവർ എന്ന് കണ്ടതിൻ്റെ ഒരു എനർജിയിൽ അങ്ങോട്ട് മുകളിലേക്ക് പോയി എന്ന് വേണം പറയാൻ. ഏകദേശം 100 നില കെട്ടിടത്തിൻ്റെ ഉയരാണ് ഈഫിൽ ടവറിനുള്ളത്. ഇതിന് 3 ലെവലുകളാണുള്ളത്. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. നമ്മളിപ്പോൾ പോകുന്നത് സെക്കൻഡ് ലെവലിലേക്കാണ്. ഏകദേശം സ്കെലിട്ടൺ പോലെയാണ് കേട്ടോ ഈ കെട്ടിടത്തിൻ്റെ ഒരു രീതി, ഇങ്ങനെ നിറച്ച് ഗ്രില്ലൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ലിഫ്റ്റ്സ് മുകളിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ കാണാം. നടന്ന് നമ്മൾ അത്യാവശ്യം ഒരു പരിവൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ലെവൽ. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, നമുക്ക് അതിൻ്റെ മുകളിലൂടെ നടക്കാം. അങ്ങനെ അവിടെ കുറച്ച് നേരം നടന്ന് നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറുകയാണ്. അലക്സാണ്ടർ ഗുസ്താവ് ഈഫിൽ എന്ന എഞ്ചിനീയറാണ് ഈ ഈഫിൽ ടവറിൻ്റെ ഡിസൈൻ ചെയ്തത്. ഏകദേശം 163 അടി ഉയരമുള്ള ഈ കെട്ടിടം നിർമ്മിക്കാൻ 1 വർഷവും 2 മാസവുമാണ് എടുത്തത്. ഇങ്ങനെ ഈ സ്കെൽട്ടൺ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇതിൻ്റെ ബലത്തിൽ ഭയങ്കര എതിർപ്പുകളും സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ എന്തായാലും കയറി നമ്മളിപ്പോൾ സെക്കൻഡ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഇങ്ങനെ സൈഡിൽ ഗ്രില്ലുകൾ കൊടുത്തിട്ടുള്ളത് ആൾക്കാർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 400ഓളം പേര് ഇവിടുന്ന് മരിച്ചിട്ടുണ്ട് അത്ര. അധികം സൂയിസൈഡായിരുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രില്ല് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന റിവറാണ് കേട്ടോ സീൻ റിവർ. ഇപ്പോൾ ഏകദേശം സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. ഇന്ന് 9:30 എന്തോ ആയിരുന്നു സൺസെറ്റ്. നമ്മൾ ഈ ടൈം സെലക്ട് ചെയ്യാൻ കാരണവും നമുക്ക് മുകളിൽ വന്നിട്ട് ഡേ ലൈറ്റിലും കാണണം, സൺസെറ്റ് ഈഫിൽ ടവറിൽ നിന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സമയത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പനീറും വഴുതനങ്ങയും സ്പിനച്ചൊക്കെ ആയിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
സൺസെറ്റിന് ശേഷം നിറയെ ലൈറ്റ്സ് തെളിഞ്ഞിട്ടുള്ള പാരീസിന് മറ്റൊരു ഭംഗിയായിരുന്നു. ഈഫിൽ ടവറിൻ്റെ ഓരോ സൈഡിൽ വന്ന് നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഓരോരോ വ്യൂസാണ്. ഏതാണ് കൂടുതൽ ഭംഗിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അത്രയ്ക്കും സുന്ദരമായിരുന്നു കാഴ്ചകൾ. എന്തായാലും അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല, പിന്നീട് നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. ശരിക്കും തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു പിന്നീട്. പിന്നീട് നമ്മൾ പതിയെ താഴെ ഇറങ്ങി, എന്നിട്ട് കുറച്ച് നേരം സീൻ നദീ തീരത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. സീൻ നദിയിലൂടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും നമ്മൾ ഈഫിൽ ടവർ ഒന്ന് കൺകുളിർക്ക് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടവറിൽ ആയിരക്കണക്കിന് ബൾബുകളുണ്ട്, അതുപോലെ തന്നെ മുകളിൽ വലിയൊരു സെർച്ച് ലൈറ്റും ഉണ്ട്. നമ്മുടെ ഈ ഡേ ലൈറ്റ് പോയി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈഫിൽ ടവറിൻ്റെ ലൈറ്റ്സ് തെളിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാത്രി ആയതിനു ശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇതിൽ ലൈറ്റ്സ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്തത് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് തന്നെ അവിടെ എന്തോ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നിരിക്കണം. ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 5 മിനിറ്റാണ് ഇങ്ങനെ ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും. എന്തായാലും അതിനുശേഷം കുറച്ചുകൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പതുക്കെ ഡിന്നറും കഴിച്ചിട്ട് അവിടുന്ന് റൂമിലേക്ക് പോയി. ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.